ഇതുപോലെ നമ്മുടെ വളം നമ്മുടെ എല്ലാ കൂട്ടുകാരെയും ജാഫോറി ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്നറിയാമോ? അതായത് കഴിഞ്ഞ ദിവസം ഉണ്ടല്ലോ ഞാൻ നമ്മുടെ റോസ് ചെടികൾക്ക് നല്ല ഭംഗിയായിട്ട് പൂവ് തരാനും അതുപോലെ തന്നെ ചെടി നല്ല ഹെൽത്തി ആയിട്ട് വളരാനൊക്കെ ആയിട്ട് ഞാൻ നല്ലൊരു വളം കാണിച്ചായിരുന്നു. അപ്പോൾ നമ്മുടെ കുറേ കൂട്ടുകാർ ആ ഒരു വളം കണ്ടിട്ട് ആ ഒരു വളം ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം അന്ന് ഞാൻ കാണിച്ച വളത്തിൻ്റെ കൂടെ നമ്മൾ വേറൊരു വളം കൂടെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ അതാണ്. അപ്പോൾ നമ്മൾ ഒരു വളം കൊടുത്ത് മറ്റു വളം ആ കയ്യിലുള്ള നമ്മുടെ മറ്റേ വളം നമ്മൾ ഏത് സമയത്ത് കൊടുക്കണം എന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ വീഡിയോ കണ്ട കൂട്ടുകാരെല്ലാവരും ഈ വീഡിയോ കാണാൻ മറക്കരുത്. ഇനി നമ്മുടെ ആദ്യത്തെ വീഡിയോ കാണാത്ത കൂട്ടുകാരാണെങ്കിൽ ഞാൻ നമ്മുടെ ഇതിന് മുന്നേ ഇട്ട ആ ഒരു വീഡിയോ ഉണ്ടല്ലോ, നമ്മുടെ ഈ വീഡിയോൻ്റെ കമൻറ്റിൽ ഞാൻ പിൻ ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ ജസ്റ്റ് എല്ലാവരും കയറി കാണണം. എന്ന് വെച്ചാൽ അത്രയ്ക്ക് നല്ലൊരു ഉപകാരമുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ റോസാ ചെടീനെയൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ആ ചെടികൾ അത്ര ഭംഗിയായിട്ട് പൂക്കൾ തരാനും നല്ല ഹെൽത്തി ആയിട്ട് വളരാനൊക്കെ എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അല്ലേ. അപ്പം നമ്മുടെ പൂച്ചെടികളിലുണ്ടല്ലോ ഇത്രയും ഭംഗിയായിട്ട് ഇതുപോലെ പൂക്കളൊക്കെ വരാനല്ലേ എല്ലാവരും ഇഷ്ടപ്പെടുന്നത്. അപ്പം ഇതുപോലെ നിറഞ്ഞ് പൂക്കളൊക്കെ തരാനായിട്ടുള്ള നല്ലൊരു വളത്തിനെയാണ് ഇന്ന് നമ്മൾ കാണിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടല്ലോ ആ ഒരു വളം ആവശ്യമുള്ളവർ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. അപ്പോൾ ചെടികൾ നല്ല ഹെൽത്തി ആയിട്ട് വളരാനും നിറച്ച് പൂക്കൾ തരാനും സഹായിക്കുന്ന നല്ലൊരു വളമാണ്. അതും തികച്ചും ഓർഗാനിക് ആയിട്ടുള്ള വളമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ ഫുള്ളായിട്ട് കാണാം അല്ലേ. ഇതൊക്കെ നോക്കി എന്തൊരു ഭംഗിയാണെന്ന് അറിയാം നമ്മുടെ റോസിൽ. ഇതൊക്കെ നമ്മുടെ പുതിയ ഫ്ലവർ വിരിഞ്ഞേക്കണതാണ് കേട്ടോ. അതുപോലെ നിറച്ച് നല്ല ഭംഗിയായിട്ട് ഇതാ കുറേ മുട്ടുകളും നമ്മുടെ ഓരോ റോസ് ചെടിയിലും നമുക്ക് വന്നിട്ടുണ്ട്. കുറച്ച് പൂക്കളും വിരിയാനായിട്ടല്ല എല്ലാവരും ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ സ്കിപ്പ് ചെയ്യല്ലേ. കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ നമ്മുടെ റോസ് ചെടീനെ എങ്ങനെ നമ്മൾ കറക്റ്റായിട്ട് നല്ല ഭംഗിയായിട്ട് വളർത്തിയെടുക്കണം എന്നൊക്കെ നമ്മുടെ വീഡിയോയിൽ കറക്റ്റ് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ കാര്യങ്ങളൊന്നും തന്നെ പറയുന്നില്ല. അപ്പം ഇന്ന് നമ്മുടെ ചെടികൾ ഇത്ര ഹെൽത്തി ആയിട്ട് വരാൻ വേണ്ടിയിട്ട് നമുക്ക് കൊടുക്കുന്ന ആ ഒരു വളം കൂടി ഞാൻ കറക്റ്റ് പെട്ടെന്ന് പരിചയപ്പെടുത്താവേ. ഉണ്ടല്ലോ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ നമ്മൾ അതായത് DNC എങ്ങനെ ഉപയോഗിക്കണം എന്ന് പറഞ്ഞു. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ ഭൂമിസുദ്ധ DNC കൂടെ എങ്ങനെ ഉപയോഗിക്കണമെന്ന് കറക്റ്റായിട്ട് പറഞ്ഞു തരാം കേട്ടോ. ഇത് കണ്ടോ, ഇതൊക്കെ എന്തൊരു ഭംഗിയായിട്ടാണ് നിറച്ച് പോയിട്ട് നിൽക്കുന്നത്. ഓക്കെ, നല്ല ഭംഗിയിൽ ഈ ഒരു റോസാച്ചെടീനെ കാണാനായിട്ട്. അപ്പം ഇതാണ് കേട്ടോ നമ്മുടെ ഭൂമിസുധ എന്ന് പറഞ്ഞ ഓർഗാനിക്കായ നല്ലൊരു വളമാണ്. അപ്പം ഇതൊക്കെ ഞാൻ നമ്മുടെ ചെടികളിൽ പരീക്ഷിച്ച് നല്ലൊരു എന്താ പറയുക വിജയം കണ്ടെത്തിയതിന് ശേഷം മാത്രമാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. നമ്മുടെ റോസ് ചെടി വളർത്തുന്നവർ കൃത്യമായിട്ട് നമ്മളൊരു 3-4 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രമാണ് കേട്ടോ ചെടി നല്ല ഭംഗിയായിട്ട് പൂക്കൾ തരുള്ളൂ. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് പറയാവേ. ആദ്യമായിട്ട് നമ്മുടെ റോസ് ചെടി നല്ല ഭംഗിയായിട്ട് പൂക്കൾ തരാനായിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടതുണ്ടല്ലോ. നമ്മുടെ ചെടീൻ്റെ ചുവട്ടിൽ കാട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് നമ്മൾ പറിച്ചു കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അതായത് നമ്മൾ കൊടുക്കുന്ന വളങ്ങളും കാര്യങ്ങളെല്ലാം പെട്ടെന്ന് പുല്ലുകളെല്ലാം വലിച്ചെടുത്തിട്ട് വളരെ എന്താ പറയുക ചെടികൾക്ക് കിട്ടേണ്ട വളം മുഴുവനും പുല്ലും കാര്യങ്ങളൊക്കെ എടുക്കും. അപ്പോൾ അതുകൊണ്ട് ചെടീൻ്റെ ചുവട്ടിലെ കാട് ആദ്യം പറിച്ചു കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നീട് നമ്മൾ ശ്രദ്ധിച്ചു കൊടുക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടല്ലോ ചെടിയിൽ വിരിഞ്ഞ് നിൽക്കുന്ന പൂക്കൾ ഇങ്ങനെ കരിയാനായിട്ട് ഇതുപോലെ തുടങ്ങി കഴിയുമ്പോണ്ടല്ലോ നമ്മൾ ഈ ചെടിയിൽ ഈ പൂക്കളെല്ലാം നമ്മൾ കട്ട് ചെയ്ത് കൊടുത്ത് അപ്പം നമുക്ക് വീണ്ടും ചെടിയിൽ പുതിയ തളിർപ്പുകളായിട്ട് വരും കേട്ടോ. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചു കൊടുക്കേണ്ട മറ്റൊരു കാര്യമാണ്. പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ടല്ലോ നമ്മുടെ ചെടികളിലൊക്കെ നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ പൂമുട്ടുകളൊക്കെ വരും അല്ലേ. അത് കൃത്യമായ രീതിയിൽ വിരിയാതെ അങ്ങനെ അവിടെ തന്നെ നിന്നങ്ങോട്ട് കരിഞ്ഞു പോകുന്നു. അത് പലരും പറയുന്ന ഒരു കംപ്ലൈൻ്റ് ആണ്. അപ്പം അതിന് നമ്മൾ ചെയ്തു കൊടുക്കേണ്ടത് അതായത് നമ്മൾ ഒരു 2 ആഴ്ച കൂടുമ്പോഴൊക്കെ ഉണ്ടല്ലോ നമ്മൾ എന്തെങ്കിലും ഒരു നമ്മുടെ കൈവശമുള്ള ഒരു പെസ്റ്റിസൈഡ് നമ്മുടെ ചെടികളിലൂടെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കണം. അപ്പം നമ്മുടെ പൂക്കൾ ഇതുപോലെ വിരിയാൻ നിൽക്കുന്ന പൂമുട്ടുകളൊക്കെ കൃത്യമായ രീതിയിൽ വിരിഞ്ഞ് നല്ല ഭംഗിയായിട്ട് പൂക്കൾ തരുവേ. പിന്നീട് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ റോസ് ചെടിയിൽ കുറച്ച് പൂക്കളൊക്കെ തന്നു കഴിഞ്ഞിട്ട് റോസാപ്പൂവും അതുപോലെ റോസിൻ്റെ മുട്ടുകളൊക്കെ കരിഞ്ഞ് നിൽക്കുമ്പോൾ നമ്മൾ കൃത്യമായ രീതിയിൽ ഒരു പ്രൂണിങ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെടികൾ വീണ്ടും ഇതുപോലെ നല്ല തളിർത്ത് ഇതുപോലെ നിറച്ച് പൂമുട്ടുകളായിട്ട് വരും കേട്ടോ. അപ്പം അങ്ങനെ വരുന്ന ആ ഒരു റോസ് ചെടിക്ക് നമ്മൾ കൃത്യമായ രീതിയിൽ ഒരു പ്രൂണിങ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നല്ല വളങ്ങൾ കൊടുക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കണം. അപ്പം ഞാൻ ഈ പറഞ്ഞ ഈ ഒരു 3-4 കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ റോസ് ചെടിയിൽ നല്ല ഭംഗിയായിട്ട് ഇതുപോലെ നിറച്ച് പൂക്കൾ തരും കേട്ടോ. ഈ കാണുന്ന ഒരു വളം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പരിചയപ്പെടുത്തിയിട്ടുള്ള നല്ലൊരു ഓർഗാനിക് ആയ ഒരു വളമാണ്. ഇതിൻ്റെ പേരാണ് DNC 19. അപ്പം ഈ ഒരു വളം നമ്മൾ എങ്ങനെയൊക്കെയാണ് ചെടികൾക്ക് കൊടുക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നതാണ് ഭൂമിസുധ കേട്ടോ. ഇതിങ്ങനെ ഓരോ ചെറിയ പൗച്ചായിട്ടാണ് കേട്ടോ വരുന്നത്. അപ്പം ഇത് നമ്മൾ ചെടികൾക്ക് എങ്ങനെ കൊടുക്കുന്നതെന്ന് പറയാം. അപ്പം നമുക്ക് ഈ ഒരു DNC 90 ഈ ഒരു ഭൂമിസുധയും കൂടെ ഉണ്ടല്ലോ നമുക്ക് പെട്ടെന്നൊരു റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ 2 വളം കൂടെ നമുക്ക് ഒന്നിച്ച് മിക്സ് ചെയ്ത് ചെടികൾക്ക് കൊടുക്കാം. ഇനി അതല്ല നമുക്ക് DNC കൊടുത്ത് ഈ ഒരു DNC എന്ന് പറഞ്ഞ വളം കൊടുത്തതിന് ശേഷം 15 ദിവസം കഴിഞ്ഞതിന് ശേഷം നമുക്കിതുപോലെ നമ്മുടെ ഒരു ഭൂമിസുധയും കൊടുക്കാവുന്നതാണ് കേട്ടോ. 2 രീതിയിൽ നമുക്കൊരു വളം കൊടുക്കാം. അപ്പം ഇത് ഒന്നുകിൽ ഇത് കൊടുത്ത് 15 ദിവസത്തിന് ശേഷം ഭൂമിസുധ കൊടുക്കുക, അല്ലെങ്കിൽ ഈ 2 വളം കൂടെ നമുക്ക് ഒന്നിച്ച് കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് നമ്മൾ ഈ 2 വളം കൂടെ നമ്മൾ എങ്ങനെയാണ് മിക്സ് ചെയ്ത് നമ്മുടെ ചെടികൾക്ക് കൊടുക്കുന്നതാണ് കേട്ടോ. ആദ്യം നമുക്ക് DNC 19 നമുക്ക് 1 ലിറ്റർ വെള്ളത്തിലേക്ക് ഇതുപോലെ നമുക്ക് ഒരു 3 ഗ്രാം എടുക്കാവേ. അതിനുശേഷം നമ്മുടെ ഭൂമിസുധ ഉണ്ടല്ലോ ഇത് നമ്മൾ 1 ലിറ്റർ വെള്ളത്തിൽ നമുക്ക് 1 ഗ്രാമോ അല്ലെങ്കിൽ ഒരു 1.5 ഗ്രാമോ എടുത്താൽ മതി കേട്ടോ. ഇത്രയും നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നു.
ഇത് 1 ലിറ്റർ വെള്ളത്തിൽ നല്ലോണം മിക്സ് ചെയ്തിട്ട് നമ്മളുടെ ചെടികളിൽ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ നമ്മുടെ വളം നമ്മൾ നല്ല രീതിയിൽ ഇതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു വളത്തിൻ്റെ കളർ ഇങ്ങനെയാണ് കേട്ടോ. ഇത് കണ്ടോ, നല്ലൊരു കരി കലക്കിയതുപോലെ ഉണ്ട്. അപ്പോൾ ഇനി ഈ രണ്ട് വളം കൂടെ മിക്സ് ചെയ്ത് നമ്മുടെ ചെടികളുടെ ചോട്ടിൽ നമുക്കിങ്ങനെ ഒഴിച്ചു കൊടുക്കാവേ. അപ്പോൾ ഇതുപോലെ നമ്മുടെ കൈവശമുള്ള എല്ലാ ചെടികളുടെ ചോട്ടിൽ കൂടെ നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ ഉണ്ടല്ലോ നമ്മുടെ ചെടികൾക്ക് എന്താ പറയുക, അത്യാവശ്യം നല്ല രീതിയിൽ ഇവിടെ മഴ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മഴയൊക്കെ കിട്ടിയപ്പോഴേക്കും നമ്മുടെ ചെടികൾ ഒന്നും കൂടെ നല്ല ഹെൽത്തി ആയിട്ട് വളർന്നു വരുന്നുണ്ട്. അപ്പോൾ ഈ മഴക്കാല സംരക്ഷണം, അതായത് നമ്മുടെ റോസ് ചെടികളെയൊക്കെ വളർത്തുന്നവർക്ക് ഈ ഒരു മഴക്കാലത്ത് നമ്മുടെ ചെടികളെ നമ്മൾ എങ്ങനെ സംരക്ഷിക്കണം എന്നുള്ള വീഡിയോ വേണം എന്നുള്ളവർ എന്തായാലും കമൻറ്റ് ഇടാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലെയൊക്കെ നമ്മളിങ്ങനെ സെറ്റ് ചെയ്ത് വെക്കണം. പിന്നെ ആയിട്ടല്ലോ നമ്മുടെ ചെടികൾ, ഇപ്പം ഞാൻ ഏത് തരത്തിലുള്ള ചെടികൾ നട്ടാലും ഉണ്ടല്ലോ, ഞാനിങ്ങനെ വെക്കുന്ന ചെടികളെല്ലാം ഒരേപോലെ ഒരു സൈസിലുള്ള ചെടിയാണെങ്കിൽ അതിങ്ങനെ ഒന്നിച്ച് വെക്കാനായിട്ട് ശ്രമിക്കും കേട്ടോ. ഭയങ്കര ഭംഗിയാണ് ഇങ്ങനെ നമ്മുടെ ചെടികളിൽ പൂവിട്ട് നിൽക്കുന്നത് കാണാനായിട്ട്. അപ്പോൾ നമ്മുടെ ഇതുപോലെയുള്ള വളങ്ങളും കൂടെ കൊടുക്കുമ്പോഴേക്കും നല്ല ഭംഗിയായിട്ട് ഇതുപോലെ നിറച്ച് പൂക്കൾ തരും കേട്ടോ. അപ്പോൾ ഇതിലും ഭംഗിയായിരുന്നു കേട്ടോ ഈ ഒരു പൂച്ചെടിനെ കാണാനായിട്ട്. പക്ഷേ ഇപ്പോൾ നമുക്ക് മഴ പെയ്തപ്പം ആ ഒരു പൂവിൻ്റെ ചെറിയൊരു ഭംഗി അങ്ങോട്ട് നഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്നാലും നല്ല ഭംഗിയായിട്ടാണ് നിൽക്കുന്നത്. നമ്മുടെ ചെടികൾക്കുണ്ടല്ലോ ഈ ഒരു ഭൂമിസുധ അതുപോലെ തന്നെ DNC എന്നൊരു വളം നമ്മൾ കൊടുക്കുമ്പോണ്ടല്ലോ നമ്മുടെ ചെടികൾക്ക് കൃത്യമായ രീതിയിൽ കിട്ടേണ്ട പോഷക ഗുണങ്ങൾ ചെടികൾക്ക് ലഭിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ചെടികളിൽ വരുന്ന ഫംഗസ്, വൈറൽ രോഗങ്ങൾ, ഇതൊക്കെ നമ്മുടെ ചെടികളിൽ നിന്നും എന്താ പറയുക കൃത്യമായ രീതിയിൽ ഇതിനെയൊക്കെ നമുക്ക് എടുത്ത് മാറ്റിക്കളയും കേട്ടോ. അതുപോലെ തന്നെയുള്ള നമ്മുടെ ചെടികൾ നല്ല പച്ചപ്പോട് കൂടിയിട്ട് നിറഞ്ഞ് പൂക്കൾ വരാനും ഒക്കെ സഹായിക്കുന്ന നല്ലൊരു വളമാണ് കേട്ടോ നമ്മുടെ DNC. അപ്പം ഈ ഒരു വളം വേണ്ടവർ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക. അപ്പോൾ ആവശ്യമുള്ളവർക്ക് നമ്മൾ ഈ ഒരു വളം തരുന്നതാണ് കേട്ടോ. ഇത് നമ്മുടെ കയ്യിൽ 200 ഗ്രാം അല്ലെങ്കിൽ 150 ഗ്രാം 300 ഗ്രാം എന്ന രീതിയിലുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു ഭൂമിസുധ എന്ന് പറഞ്ഞ ഒരു വളം ഇതിങ്ങനെ ഒരു പൗച്ചായിട്ടാണ്. അത് എത്ര പൗച്ച് വേണമെന്നുണ്ടെങ്കിലും അത് ആവശ്യാനുസരണം വാങ്ങാവുന്നതാണ് കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവർ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് പെട്ടെന്ന് മെസ്സേജ് അയച്ചോളൂ. ചെടികൾ നല്ല ഭംഗിയായിട്ട് പോകും. ഇപ്പോൾ ഞാൻ മെയിനായിട്ട് ഇത് റോസ് ചെടിയിലാണ് കാണിച്ചത്. പക്ഷേ റോസാ ചെടി നല്ല കേട്ടോ. നമ്മുടെ കൈവശമുള്ള എല്ലാ ചെടികൾക്കും പച്ചക്കറികൾ, അതുപോലെ എന്താ പറയുക നമ്മുടെ പൂച്ചെടികൾ, പിന്നെ വാഴ, കവുങ്ങ്, ഇങ്ങനെയുള്ള എല്ലാ സസ്യവിളകൾക്കും നല്ലതാണ് കേട്ടോ ഈ ഒരു വളം. നമ്മുടെ ഇന്നത്തെ വീഡിയോയിലുണ്ടല്ലോ ഈ ഒരു കാണിച്ച കാര്യം നമ്മുടെ എല്ലാ കൂട്ടുകാരും ഉണ്ടല്ലോ നമ്മുടെ എല്ലാ ചെടികൾക്കും ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ നല്ല ഭംഗിയായിട്ട് നിറഞ്ഞ ചെടികൾ പൂക്കൾ തരും കേട്ടോ. അപ്പം നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ നല്ലൊരു റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ എല്ലാവരും ഉണ്ടല്ലോ ഇതുപോലെയൊക്കെ ചെയ്ത് നോക്കും കേട്ടോ. പിന്നെ അതായത് നമ്മുടെ ചെടികൾ വളർത്തുമ്പോൾ ഞാനൊരു 3-4 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് കൃത്യമായിട്ട് നമ്മൾ ഫോളോ അപ്പ് ചെയ്യുവാണെങ്കിൽ ചെടികൾ നല്ല ഭംഗിയായിട്ട് പൂത്ത് വരും കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതുപോലെയൊക്കെയുള്ള നല്ല അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം നേരുന്നു. ബൈ ബൈ.